കർത്താവിന്റെ നാമം ഈ പ്രഭാതത്തിലും വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ചിന്തിക്കുന്ന വിഷയങ്ങൾ ശക്തിപ്പെടുക എന്നുള്ളതാണ്. ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. ആ ശക്തിയുടെ വിവിധ മാനങ്ങൾ എപ്രകാരമാണ് ശക്തിയാൽ നാം നിറയപ്പെടുവാൻ ഇടയാകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നാം വളരെ വേഗത്തിൽ ചിന്തിച്ചു. വിശ്വാസത്തിൽ ശക്തിപ്പെടുക, കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുക, കൃപയിൽ ശക്തിപ്പെടുക, ആത്മാവിൽ ശക്തിപ്പെടുക. പഴയ നിയമ തിരുവഴുത്തുകളൊക്കെ പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ക്ഷീണിച്ചു പോകുന്നില്ല, ഇടറിപ്പോകുന്നില്ല, വീണു പോകുന്നില്ല. യെശയ്യാപ്രവാചകൻ ദൂത് പറയുമ്പോൾ അവിടെ നടക്കുന്നവർ, ഓടുന്നവർ, കഴുകനെ പോലെ പറക്കുന്നവർ. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ഒരു ശക്തിരഹിത ക്രിസ്ത്യാനിയല്ല. എന്നും ക്ഷീണിച്ച് അവശരായി അല്ലെങ്കിൽ പരാജയങ്ങളിൽ വീണ് കിടക്കുന്നവരായി, തളർന്നു കിടക്കുന്നവരായി, എഴുന്നേൽക്കാൻ കഴിയാതെ, ദൂരയാത്ര ചെയ്യാൻ കഴിയാതെ, മുൻപോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നവരല്ല നാം മുന്നേറുന്നവരാണ്, നാം മുൻപോട്ട് പോകുന്നവരാണ്, നാം മുൻപോട്ട് ഓടുന്നവരാണ്, നാം ഓടിക്കൊണ്ടേ ഇരിക്കുന്നവരാണ്. നമുക്ക് കാലുകൾക്ക് ബലം ആവശ്യമാണ്, മുൻപോട്ട് പോകാനുള്ള കരുത്ത് ആവശ്യമാണ്. അതിനെയാണ് ആത്മബലം, അത്യന്ത ശക്തി. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് കൃപയിൽ ശക്തിപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ പ്രിയരെ, ഒരിക്കലും ഇതൊന്നൊരു തമാശ, ഒരു നേരം പോക്കോ, ഒരു ജോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൗകികമായ അനുഭവങ്ങളല്ല പ്രിയമാണ്. ഇവിടെ വിശ്വാസവും കൃപയും ആത്മാവും ഒക്കെ പറയുമ്പോൾ അത് ഒരിക്കലും ലോകത്തിന്റെ ഭാഷയല്ല, ലോകത്തിന്റെ പ്രോഡക്റ്റ് അല്ല, മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന കമോഡിറ്റി അല്ല, അല്ലെങ്കിൽ ഭൗതിക ലോകം നൽകുന്ന ഉൽപ്പന്നങ്ങളല്ല, ഒരിക്കലുമല്ല. ഇന്നലെ നാം വിശ്വാസത്തിൽ അബ്രഹാമിനെ കുറിച്ച് കേട്ടു. അബ്രഹാമിന്റെ വിശ്വാസ ജീവിതം ഓരോ ദിവസം കഴിയുന്നതോറും താൻ ശക്തിപ്പെടുകയാണ്, വാഗ്ദത്തങ്ങളിൽ ശക്തിപ്പെടുക, വചനത്തിൽ ശക്തിപ്പെടുക, കർത്താവിനെ ഉറക്കുക, വിശ്വാസത്തിൽ സമ്പന്നനാകുകയാണ്. വിശ്വാസത്തിന്റെ കൊടുമുടിയിൽ കയറുവാൻ അബ്രഹാം പ്രാപ്തനാകുകയാണ്. അവിടെ അബ്രഹാം വിജയിക്കുകയാണ്. നിരാശകളൊക്കെ അതിജീവിച്ച് ഭയത്തിന്റെ മീതെ, പരാജയ ഭീതികളുടെ മീതെ വിശ്വാസത്തിന്റെ ഉയരങ്ങളിലേക്ക് അവിടെ അബ്രഹാം കീഴടക്കുന്നത് ഭയത്തെയും പരാജയത്തെയും നിരാശയും ആവല ചിന്തകളെയും അവിശ്വാസങ്ങളെയും എല്ലാം കീഴടക്കി താൻ വിശ്വാസത്തിന്റെ കൊടുമുടികൾ കയറി. ഞാൻ ഇത് പറയുന്നത് അബ്രഹാമിനെ കുറിച്ച് മാത്രമല്ല, ഈ ദൂത് നിങ്ങളെ കുറിച്ചുള്ള. നിങ്ങൾക്ക് വിശ്വാസത്തിൽ വീണ്ടും ശക്തിപ്പെടാം. നിങ്ങൾ വിശ്വാസത്തിൽ ഉയരങ്ങളിലേക്ക് പോകുന്തോറും അവിശ്വാസത്തിന്റെ എല്ലാ മലകളെയും നിങ്ങൾ കീഴടക്കാൻ കഴിയും, അവിശ്വാസത്തിന്റെ സകല കൊടുമുടികളെയും നിങ്ങൾ കീഴടക്കാൻ കഴിയും. നിങ്ങളാണ് വിജയിക്കുന്നത്. ഇപ്രകാരമുള്ള അവിശ്വാസത്തിന്റെ കോട്ടകളൊക്കെ നിങ്ങളുടെ കാൽക്കീഴിയാണ്, ഈ വൻമലകളൊക്കെ നിങ്ങളുടെ കാൽക്കീഴിയാണ്. നിങ്ങൾ ഇപ്രകാരമുള്ള പിശാച് ഉയർത്തുന്ന സകല വെല്ലുവിളികളുടെ മീതെ, തിരമാലകളുടെ മീതെ, കൊടുമുടികളുടെ മീതെ നിങ്ങൾ ഓടിക്ക് ചാടിക്ക്, അതിന് മീതെ നിങ്ങൾ നിൽക്കും. അതുകൊണ്ട് എന്തെങ്കിലും പരാജയ ഭീതി ഉള്ളിലുണ്ടെങ്കിൽ ആ ഭയത്തെ, ഭീതിയെ പുറത്താക്കി നിങ്ങൾക്ക് ഉന്നതികളിലേക്ക് പോകുക, വിശ്വാസത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് കഴിയും. എന്റെ സന്ദേശം നിങ്ങൾക്ക് കഴിയുമെന്നാണ്. ദൈവത്തിന് കഴിയുമെന്നല്ല, നിങ്ങൾക്ക് കഴിയും. കാരണം പത്രോസ് ഭയപ്പെട്ട തിരുമാലയുടെ പുറത്ത് ഇപ്പോൾ ക്രിസ്തു നിൽക്കുക, കർത്താവ് നിൽക്കുക. ഇപ്പോൾ തിരമാല കർത്താവിന്റെ കാൽക്കീഴിലാണ്. ഈ തിരമാല പത്രോസിന്റെ പടകിന് മുകളിൽ, തലയുടെ മുകളിൽ പോയതാണ്. പക്ഷേ വിശ്വാസത്തിന്റെ നായകനായ യേശുവിന്റെ കാൽക്കീഴിൽ, അല്ലെങ്കിൽ ക്രിസ്തു ആ തിരമാലയെ ചവിട്ടി താഴ്ത്തി. പ്രിയമുള്ളവരെ, ഈ അല്പവിശ്വാസവും സംശയവും അവിശ്വാസവും ഈ ഭയവും ഇതെല്ലാം നിങ്ങളുടെ വലിയ അത്ഭുതങ്ങളെ തടയും, നിങ്ങളുടെ വിടുതലുകളെ തടയും, നിങ്ങളിൽ വെളിപ്പെട്ട് വരാനുള്ള ദൈവപ്രവൃത്തിയെ തടയുന്നു. നമുക്ക് ഇന്ന് പൂർണ്ണമായി ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കാം. വിശ്വാസത്തിൽ ശക്തരായിട്ട് ക്ഷീണിച്ചു പോകാനാണെങ്കിൽ, നിരാശപ്പെടുവാനാണെങ്കിൽ, പരാജയങ്ങളിൽ വീണ് കിടക്കുവാനാണെങ്കിൽ, ഭയത്തോടെ നാളുകൾ കഴിക്കുവാനാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടൊക്കെ 100,000 വിഷയങ്ങളുണ്ട്. നമ്മൾ നേരിടുന്ന, നമ്മെ കീഴ്പ്പെടുത്തുന്ന, നമ്മെ പിടിച്ചു വെക്കുന്ന, നമ്മുടെ മുന്നേറ്റങ്ങളെ കുറയ്ക്കുന്നതൊക്കെ 100 കണക്കിന് വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ ബാധിക്കുന്നതായിട്ടുണ്ട്. പക്ഷേ ഒരു ക്രിസ്തുഭക്തനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഇതിനെല്ലാം അതിജീവിക്കുന്നവനാണ്. കാരണം അവൻ വീണ്ടും ജനിച്ചവനാണ്. വീണ്ടും ജനിച്ചത് വിജയിക്കുവാനാണ്. വീണ്ടും ജനിച്ചവൻ ജയാളിയായിട്ടുമാണ്. അവർ ജയിക്കുന്നവരാണ്. പൗലോസ് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് അവർ പൂർണ്ണ ജയാളികളാണ്, അവർ ലോകത്തെ ജയിക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, 1 യോഹന്നാൻ ലേഖനം 5-ാമത്തെ വാക്യം, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിച്ച പ്രിയമുള്ളവരെ, ഈ ദൂത് നിങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാണെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വഴിമാറും. ഇന്നത്തെ സകല ചുറ്റുപാടുകളിലെ നിങ്ങളുടെ സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഭാരത്തോടെ കാര്യങ്ങൾ തള്ളി നീക്കുന്നത് മതി. പരാജയ ഭീതിയിൽ നിങ്ങൾ കഴിഞ്ഞ നാളുകളായി അമർന്നിരുന്നത് മതി. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ എഴുന്നേൽക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കും. ഏരിയാവേ, ഈ ചൂരച്ചെടിയല്ല നിന്റെ അവസാനം. അവിടെ കിടന്നുകൊണ്ട് തന്റെ ശുശ്രൂഷയും തന്റെ വിളിയെയും തന്റെ മുന്നേറ്റങ്ങളൊക്കെ താൻ പരിമിതപ്പെടുത്തുക. നാളുകളുള്ള ദൈവ പദ്ധതികളെ ഏലിയാവ് തിരിച്ചറിയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ കിടന്നുകൊണ്ട് നിലവിളിക്കുക. പ്രിയമുള്ളവരെ, ഏലിയാവിന്റെ പ്രാർത്ഥന സ്വർഗം കൈക്കൊണ്ടില്ല. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്നെ വേഗത്തിലൊന്ന് കൊന്നു തരണേ, ഞാൻ മരിക്കാൻ റെഡിയാണ്. കാരണം നാളെ ഈ സ്ത്രീ എന്നെ കൊല്ലുന്നതിന് മുമ്പേ കർത്താവേ, ഇന്ന് ഞാൻ മരിക്കാൻ റെഡിയാണ്. എന്തോ ഒരു ആത്മഹത്യയുടെ ചിന്ത, മരണത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ഒടുക്കത്തെ ശത്രുവായ മരണം തന്നെ കീഴ്പ്പെടുത്തുവാൻ ഇല്ലില്ല. ഓടാൻ പോവുകയാണ്, ദൂരയാത്രയ്ക്കായി, പുതിയ നിയോഗങ്ങൾക്കായി, പുതിയ ശുശ്രൂഷയ്ക്കായി, അഭിഷേകത്തിന്റെ മാറ്റം കൈമാറുവാൻ, രാജാക്കന്മാരെ നിയോഗിക്കുവാൻ, നിയമിക്കുവാൻ, അടുത്ത തലമുറയിൽ അഭിഷേകന്മാരെ കണ്ടെത്തുവാൻ, അടുത്ത തലമുറയിൽ പ്രയോജനപ്പെടേണ്ട പ്രവാചകന്മാരെ, ശുശ്രൂഷകനെ വേർതിരിക്കും. ഏലിയാവ് നിന്നെ ആവശ്യമാണ്. ഇസബേൽ നിന്റെ ജീവിതത്തോട് പറഞ്ഞത് ഒരിക്കലും സംഭവിക്കുകയില്ല. ശത്രുവിന്റെ ആശ നശിച്ചു പോകും. ദുർവർത്തമാന നിമിത്തം ഒരു ഭക്തൻ ഒരിക്കലും തളർന്നു പോകരുത്. നിങ്ങൾക്ക് ദൂരയാത്രയുണ്ട്, ദൂരയാത്ര. കാരണം നീ ആഹാബിന്റെ രഥത്തിന് മുന്നിട്ട് ഓടിയവനാണ്.
ഇനി നിനക്ക് അടുത്ത ഉയരങ്ങളിലേക്ക്, അടുത്ത ദൂരങ്ങളിലേക്ക്, പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ഓടുവാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നടക്കുന്ന ഒരു കാലം, നടക്കുമെന്ന് പറയുമ്പോൾ പരിമിതപ്പെട്ട വേഗതകളേ. ഒരു വ്യക്തി 15 മിനിറ്റ് കൊണ്ട് നടക്കുന്ന ദൂരമല്ല, അതേ 15 മിനിറ്റ് കൊണ്ട് ഓടുന്ന ഒരു വ്യക്തിക്ക് നാം കൊടുക്കുമ്പോൾ അദ്ദേഹം അധികം ദൂരങ്ങൾ പിന്നിട്ട് കഴിയും. നടക്കുന്ന വ്യക്തി 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്ററോ 2 കിലോമീറ്റർ നടക്കുമെങ്കിൽ അതേ 15 മിനിറ്റ് കൊണ്ട് ഓടുന്ന വ്യക്തി 3, 4, 5 കിലോമീറ്റർ ഓടിയെത്തും. എന്നാൽ അതേ 15 മിനിറ്റ് കൊണ്ട് ഒരു കഴുകൻ പറക്കുന്ന ദൂരം 1 മൈലല്ല, 2 മൈലല്ല, 5 മൈലല്ല, അനന്തിവകായസിൽ കാർമേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് പർവ്വതങ്ങൾക്ക് മീതെ, കുന്നുകൾക്ക് മീതെ, കൊടുമുടികൾക്ക് മീതെ, വൻമലകൾക്ക് മീതെ കഴുകൻ പറന്നുയരുക. നിങ്ങളുടെ വിളി ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ളതാണ്. ഉന്നതമാണ്. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലാണ്. നിങ്ങളുടെ പേര് സ്വർഗത്തിലാണ്. നിങ്ങളുടെ നിശ്ചയവും സ്വർഗത്തിലാണ്. നിങ്ങളുടെ ഭവനം സ്വർഗത്തിലാണ്. ഉയരങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക്, താഴ്വരകളെ വിട്ട്, ഭൗതിക തലങ്ങളെ വിട്ട്, മാനുഷ്യമായ സാഹചര്യങ്ങളെ വിട്ട്, ഈ ലോകത്തിന്റെ ബുദ്ധിപരമായ ചിന്താഗതികളെയും ആശയങ്ങളൊക്കെ വിട്ട് നിങ്ങൾ മുൻപോട്ട് കുതിച്ചുപായി. നിങ്ങൾ ഉപമിച്ചിരിക്കുന്ന കഴുകനെ പോലെയാണ്. കഴുകൻ ചെറുകടിച്ച് പറന്നുയരുമെന്ന് ഉയരങ്ങളിലേക്ക്, വിശ്വാസത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ ഓടിയെത്തും. ഈ ദൂത് വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, കൃപയിൽ ശക്തിപ്പെടുവാൻ, കർത്താവിനെ അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവാൻ, ആത്മാവിൽ ശക്തിപ്പെടുവാൻ നമുക്ക് കാരണമായി. കാരണം ദൈവശക്തി കൂടാതെ, ദൈവകൃപ കൂടാതെ, ആത്മബലം കൂടാതെ ഒരിക്കലും നമുക്ക് സ്വയം നിൽക്കാൻ കഴിയുന്നില്ല. നമുക്ക് ശക്തി ആവശ്യമാണ്, കൃപ ആവശ്യമാണ്, വിശ്വാസത്തിന് ബലം ആവശ്യമാണ്, ആത്മാവിന് ശക്തി ആവശ്യമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണം, ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണം, വിശ്വാസികളെ കരുത്തുള്ളവരായി തീർക്കണം. അവിശ്വാസത്തിന്റെ എല്ലാവിധമായ സ്വാതന്ത്ര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും ജയിക്കുവാൻ, സംശയങ്ങളെ പുറത്താക്കുവാൻ, അല്പവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വളരുവാൻ, ഭയത്തിന്റെയും ഭീതിയുടെയും അവസ്ഥയിൽ നിങ്ങൾ ഉയരുവാൻ ഞങ്ങൾ വിശ്വാസത്തിൽ ശക്തരായി തീർക്കണമേ. ഒരു അത്ഭുതത്തിലേക്ക് ദൈവം ഞങ്ങളെ നയിക്കണമേ. ഒരുമിച്ച് സ്തോത്രം ചെയ്യും. ഈ വചനങ്ങളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.